യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സർവശക്തനായ ജോലിയാക്കി ഞങ്ങൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം അറിയാവുന്നതുപോലെ 23-ാം തീയതി യാത്ര തിരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ മടക്കി വരാം, കഴിഞ്ഞ വ്യാഴാഴ്ച മടക്കി വരാമെന്നാണ് ആഗ്രഹിച്ചെങ്കിൽ 6 ദിവസം കൂടി നാട്ടിലായിരിക്കാൻ സർവശക്തനായ അവസരം ഒരുക്കി നൽകി തന്നു. തക്കസമയത്ത് കടന്നു വന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥന യുഗത്തിന് നന്ദിയുണ്ട്. കർത്താവിനെ ഇങ്ങനെയിരിക്കട്ടെ. ഇന്ന് പോലെ തുടർന്ന സമയങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇവരുകളെ ഏൽപ്പിച്ച പ്രാർത്ഥനയോടെ ദിവസത്തെ വീണ്ടും വന്നു. പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവത്തിനെ സമർപ്പിച്ച് ദൈവാത്മീയതയോട് നമ്മൾ ഇടപെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നീട്ടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ എല്ലാവരെയും നമുക്ക് ദിവസങ്ങളിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇംഗ്ലണ്ടിൽ മദേഴ്സ് ഡേ ആചരിക്കുന്ന കാലമല്ലേ? ആണോ? നിങ്ങളെല്ലാം അമ്മമാർക്ക് ഒരു ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞു. നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും പറയുന്നവരാണ്, ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ? ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിജയകരമായി ഒരു പുതുവർഷത്തിൽ വീണ്ടും തലമുറകളെ നോക്കുവാൻ ഉള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. I'm giving my best wishes to all the mothers and I wish that God give you the strength to look after your children. വാക്യം വായിച്ചിട്ട് എന്റെ വിഷയത്തിലേക്ക് കടക്കാം. Let's look at the words today. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 25-ാം വാക്യം. Deuteronomy Proverbs 31 verse 25. Proverbs 31. She is clothed with strength and dignity. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, she is clothed with strength and dignity or honor. Amen. Hallelujah. Praise the Lord. Hallelujah. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു മാതാവിന്റെ ജീവിതത്തിന്റെ ഉറപ്പും സന്തോഷവുമാണ് വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. So when we look at this verse, we look at a woman who is standing firmly in God's word. ഇന്നപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും വളരെ ശക്തമായി ദൈവകൃപയിൽ നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. I know all the mothers sitting here are sitting in God with God's strength. അവിടെ ആ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, അവൾക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന എന്നാ. So what is written there? What is surrounding her? She is clothed. അങ്ങനെയല്ലേ പറഞ്ഞത്? Amen. Hallelujah. എന്തൊക്കെയാണ് അവളെ ധരിച്ചിരിക്കുന്നത്? What is she dressed as? Strength and dignity. എല്ലാവരും ഒന്ന് വായിച്ചേ. അപ്പൊ ഓരോ അമ്മമാരെയും ചുറ്റപ്പെട്ട് കിടക്കുന്ന എന്നാ. So what is surrounding our mothers? ഇനി ഇവിടെ ഏതെങ്കിലും അമ്മമാര് പറയുമോ എനിക്ക് ശക്തിയില്ലെന്ന്? So will any mothers here say that I do not have any strength? പറയുമോ? Will they say that? ഒന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. Can you respond please? പ്രൈസ് ദി ലോർഡ്. Hallelujah. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്? So what do you guys have? Strength and പ്രൈസ് ദി ലോർഡ്. Hallelujah. ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ അനേക പ്രതിസന്ധികളിൽ കൂടി, അനേക പ്രശ്നങ്ങളിൽ കൂടി, ഭാരത്തിൽ കൂടിയൊക്കെ മുൻപോട്ട് കടന്നു പോകുന്നത്. So while we're in this world, we go through many hardships and many troubles, right? എങ്കിലും അവളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്. But she has a belief in her life. അവൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്നതല്ല. Whichever way she takes, what is surrounding her? പുറമേ കാണുന്ന സ്ട്രെങ്ത് അല്ലേ? The outward strength. ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, നല്ല ശക്തിയുള്ള ഒരു ഉറപ്പുള്ള ഒരു പാറയുണ്ടെങ്കിൽ എന്ത് വന്നാലും അതിനെ തട്ടിത്തെറിച്ചു പൊക്കോളും. I mean, if your strength is firm, then anything that comes against you, it will be deflected. ഇന്ന് പോയി ഇവിടെയുള്ള എല്ലാ മാതാക്കളോട് ദൈവം പറയുന്നു. Here the Holy Spirit is saying to all the mothers. ദൈവം നിങ്ങൾ ഉറപ്പുള്ളവരാണ്. Amen. God is strengthening you today. നിങ്ങൾക്കൊരു ബലമുണ്ട്. You have a strength. ദൈവം തന്നൊരു ഉറപ്പുണ്ട്. And that God has given you. ഒന്നുകൂടി ഞാൻ ആഴത്ത് പറഞ്ഞാൽ, I'm saying it more deeply. ഇവിടെ ഇരിക്കുന്ന ഈ പുരുഷന്മാരെക്കാട്ടിൽ ബലം ഈ സഹോദരിമാർ. All the ladies here have more strength than the gents. വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that? പറയാൻ പറ്റുമോ? Can you say an amen? Yes or no? അപ്പോൾ ഈ ഭാഗത്തല്ല ബലം ആർക്കാ? So which side is the strength? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. I'll look at one topic, Genesis 2:21. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ എല്ലിൽ നിന്ന്, ഇനി 2:7
ആ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച എവിടെ നിന്ന്? From the dust. From the dust. പൊടി. സ്ത്രീയെ സൃഷ്ടിച്ച എവിടെ നിന്ന്? എല്ലിൽ നിന്ന്. പാർക്കബലം. വിശ്വസിച്ചാലും വിശ്വസിച്ചാലും വചനമാണ് പറയുന്നത്. So who has the strength? ഇന്ന് മുതൽ ഇനി ശക്തിയില്ലെന്ന് ഒരെണ്ണം പറയരുത്. So no lady should say നമുക്ക് അമിത ബലം തന്നിട്ടുണ്ട്. God has given you more than enough. അതുകൊണ്ടാണ് പ്രൈസ്തലോ ഞങ്ങളൊക്കെ ആണുങ്ങൾ ഒരുമാതിരി ചെറിയ നിസാര വിഷയങ്ങൾ ഞങ്ങളൊക്കെ കരയും. So that's why when we have any problems we men cry. നിങ്ങളൊക്കെ കരഞ്ഞിട്ടുണ്ടോ? കരയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? So it's really hard to cry. വളരെ ശക്തിയാണ്. But it's great strength. ദൈവമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന. And that is the word is saying. ദൈവത്തിന് ഒരു മാതാവായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. It's not easy to live as a mother of a son. 24 മണിക്കൂറും അവർ ഓൺ ഡ്യൂട്ടിയാണ്. I mean they're on duty 24/7. ഈ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും The kids might not believe it or not. ഇവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ Even if they don't show the appreciation. 28 വാക്യം ഒന്ന് വായിച്ചേ. Verse 28. She is a great blessing to her. അവരുടെ പ്രിയപ്പെട്ടവർക്ക് അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവർ. Amen. Hallelujah. വായിച്ചു. 31:28. Proverbs 31:28. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. ഭർത്താവും അവളെ. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ആവാം കേട്ടോ. Amen. It can happen, right? ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രശംസിക്കുന്നത് ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. Husbands, you can praise your wife from time to time. വചനമാണ് പറയുന്നത്. That's the word saying. ഭർത്താവ് എന്ത് ചെയ്തേ? So what is husband doing? മക്കൾക്ക് ഒരു നല്ല ആഹാരം ഉണ്ടായിരുന്ന മക്കൾ പറയണം അമ്മയെ എന്ത് ചെയ്യണം? പുകഴ്ത്തണം. So if your parents make a good meal for you, you should praise them. അതിനുള്ളിൽ ഉപ്പ് കുറഞ്ഞെന്നല്ല പറയേണ്ടത്. Do not complain about it. ടേസ്റ്റ് ഇല്ലെന്നല്ല പറയേണ്ടത്. Do not say it's tasteless. അവിടെ എഴുതിയിരിക്കുന്നില്ല. What is the word saying? നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യണം? Praise her. ഈ കഷ്ടപ്പാടുകളുടെ ഇടയ്ക്ക് അവർ ഇത്രത്തോളം അധ്വാനിക്കുന്നത് കൊണ്ട്, Amen. Because your mother is doing great hardships, ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ട്, because she is working hard, ആ കുറവ് നോക്കാതെ do not look at the shortcomings. നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന വിധങ്ങൾ ഓർത്ത് But the tireless work they do for you. അപ്രീഷിയേറ്റ് ചെയ്യണം. But just give them a thanks. ഈ ഡ്യൂട്ടി കഴിയുമ്പോൾ ഈ ജോലി കഴിഞ്ഞ് ആഹാരം ഉണ്ടാക്കി തരുന്ന ഇത് കഴിച്ചിട്ട് ഈ ഭർത്താക്കന്മാരെന്ത് കിട്ടി? So what should the husbands do after eating the food that the wife prepared? ചില ഭർത്താക്കന്മാർ കാപ്പി ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. Some husbands don't even know how to make a coffee. എന്നിട്ട് 100-110 കിലോ ഒക്കെ ആയില്ല. But then they gain all weight. എങ്ങനെയായത്? So how did that happen? എങ്ങനെയായത്? How did that happen? ചിലർ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്. There are some people that cook really well. അതുകൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. But can they live just by cooking? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുകഴ്ത്തണം. They have to give praise. ഇത് നല്ലതാ. It is good. ഈ മദേഴ്സ് ഡേ എങ്കിലും And on this day, ഇവിടുന്ന് എനിക്കറിയാം നിങ്ങൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ പുകഴ്ത്തിയിട്ടാ വന്നെന്ന് എനിക്കറിയാം. I know all the husbands you praise your wife when you come. അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്തിട്ടാ വന്നെന്ന് I know you എനിക്കറിയാം. guys appreciated her. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതമേ അത് തന്നെയാണ്. Your life is an inspiration. ചെയ്യാത്ത ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, But if anyone who hasn't done it, ഇന്ന് പോകുമ്പോൾ when you go back home, എല്ലാ കുഞ്ഞുങ്ങളും all the kids, അമ്മയുടെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിക്കണം. go to your mother and hug her. കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കണം. Give her a big kiss. എന്നിട്ട് പറയണം, മമ്മി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഉപകാരങ്ങൾ ഞാൻ മറക്കില്ല. Tell her, Mom, I will never forget the hard work you have done for me. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് ചെല്ലണം. Husbands, go to your wife. ചർച്ച വെച്ചല്ല, Or in church, തിരിച്ച് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് go back home. അവരോട് പറയണം, പ്രൈസലോ, അവരോട് പറയണം, Tell them. ഈ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കാണാം ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ പുകഴ്ത്തുന്നതും ഭാര്യമാർ ഭർത്താക്കന്മാരെ പുകഴ്ത്തുന്നതും ഫേസ്ബുക്കിലാണ്. We can see how only we see Facebook posts about husbands or wives praising each other. ഫേസ്ബുക്കിൽ കാണുമ്പോൾ എനിക്കറിയാം ഇവരുടെ ജീവിതത്തെ ആ സ്നേഹത്തിന്റെ ഒരടയാളമില്ല. So when I see that, I can see that this is only happening online, not in real life. മറ്റുള്ളവരെ കാണിക്കാൻ, It's to show others. മറ്റുള്ളവരെ കാണിക്കുന്നല്ല, Why are you showing others? നമ്മുടെ ഹൃദയം തുറക്കുക, But open your heart, നമ്മുടെ മനസ്സ് തുറക്കുക, open your mind. അവരുടെ മുന്നിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെന്ന് വെളിപ്പെടുത്തുവാൻ. Show it to prove it to them in front of them. കിട്ടുന്ന ഓരോ അവസരങ്ങളും You നഷ്ടപ്പെടുത്തുക. don't lose the opportunity. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗം അവസാനിപ്പിക്കും. And I'm closing that chapter with. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം Let's open our books to Joshua chapter 4, 1-ാം വാക്യം. verse 1. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതാണ്. We looked at those words. അത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ I really want to go deeply into that, but എനിക്ക് കിട്ടിയ സമയത്തുള്ള ഞാൻ ഇരിക്കാം. I need to finish at the time I have. എന്റെ വിഷയം ഇതാണ്, ക്രോസിംഗ് ദ ബൗണ്ടറീസ് വിത്ത് ഗോഡ്സ് പ്രസൻസ്. Amen. Hallelujah. അതാണ് എന്റെ വിഷയം. That's my topic for today. ഈ ദിവസങ്ങൾ ചില അതിരുകളെ കടക്കുക, Today we have to close some boundaries. ചില ബൗണ്ടറീസിനെ ഇടിച്ച് കടക്കുക, I mean, break some boundaries. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുക. I mean, walk with God's Spirit. ദൈവാത്മാവ് ചില മണ്ഡലങ്ങൾക്ക് അപ്പുറമായി നമ്മളെ കടത്തുവാൻ, Because God has plans to take us over ചില some things, കോട്ടകളെ ഇടിക്കുവാൻ to take over some burdens. ദൈവം ആഗ്രഹിക്കുമ്പോൾ When God wants us to do that, ഇന്ന് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവാത്മാവ് ചെയ്യട്ടെ. then may God do that to us. എല്ലാ ഹൃദയങ്ങളും ഇങ്ങോട്ട് തിരിയട്ടെ. May your hearts be
be focused on this. കുഞ്ഞുകുട്ടി ആമ്പാലവർക്ക് എല്ലാവരും ദൈവശബ്ദം All the കേൾക്കുക. little kids, I'm talking to you. മുന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. Prepare yourself. പക്ഷെ വിളി കേട്ടിറങ്ങിയ ജനത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് പിശാചിന് നല്ലതവണ്ണം അറിയാം. Because Satan knows if God called you out, he cannot stop you. കാരണം മറ്റൊന്നുമല്ല, ഈ ജനത്തിന് മുന്നമേ പോകുന്നത് ആരാണെന്ന് പിശാചിന് നല്ലതവണ്ണം Because അറിയാം. Satan knows who is leading you. എന്നിരുന്നാലും Even then, താൽക്കാലികമായി ഒന്ന് നിർത്തുവാൻ സാധിച്ചാൽ, but Satan knows if he can stop you temporarily, താൽക്കാലികമായി ഒന്ന് തടയുവാൻ if സാധിച്ചാൽ, he can stop you just for a minute, ചില കോട്ടകൾ കെട്ടുവാൻ if സാധിച്ചാൽ, he can break some, build up some shelters, മാനസികമായി അവരെ ക്ഷീണിപ്പിക്കാൻ so പറ്റും. he can mentally make you tired. Praise the Lord. Hallelujah. എന്നാൽ ഈ ശക്തി, ഈ പദ്ധതി, ശത്രു പദ്ധതികളുടെ നടുവിൽ But human Satan is planning that, അതൊന്നും പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല, but it will never affect anyone praying. ഈ പദ്ധതിയിൽ ഒന്നും അല്ലെങ്കിൽ പിശാചിനെ ജയിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, But Satan will never win with his ആ plans. മണ്ഡലങ്ങളിലെല്ലാം But even in all of his അവർക്ക് actions, ശക്തി പകർന്നു, God gave his people more strength. അവർക്ക് ജയം തന്നു, He gave them more അവർക്ക് victories. വചനം തന്നു, He gave them more words. അവരോട് ദൈവം ഇടപെട്ടു, I mean, God affected them അവർക്ക് ദർശനങ്ങൾ വെളിപ്പാടുകളും നൽകി തന്നു. by showing them visions and signs അങ്ങനെ അവരെ ഉറപ്പിക്കുന്ന ദൈവമാണ്. and strengthened their faith. ഇത് Hallelujah. എത്ര പേർ Who വിശ്വസിക്കുന്നു? believes that this morning? ക്രോസിംഗ് ദ ബോർഡർ മീൻ Amen. Hallelujah. ഒരു പുതിയ ഉടമ്പടിയിലേക്ക്, Amen. We're crossing a new covenant. ഒരു പുതിയ സ്പിരിച്വൽ ഫേസിലേക്ക് Hallelujah. ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ പോവുകയാണ്. Hallelujah. Thank you, Lord. ഒരു ആത്മതലത്തിലേക്ക്, Amen. A new size change. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മതലത്തിലേക്ക്, Something that you've never seen with your eyes. ഒരു സ്പിരിച്വൽ ഫേസ് വരെ വെളിപ്പെടാൻ Say പോവുകയാണ്. with your own eyes, you're going to experience യേശുവിന്റെ this നാമത്തിൽ in the name of Jesus. ഇന്ന് വരെ എന്നെ പിടിച്ചു നിർത്തിയിരുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിന്ന് God will stop you so far. ദൈവാത്മ ചിലതിനെ ഉടച്ച്, God is going to break it. ചില കോട്ടകളെ പൊളിച്ച്, He's going to break some ഒരു borders. പുതിയ സ്പിരിച്വൽ ഫേസ് വെളിപ്പെടാൻ He's പോവുകയാണ്. going to take it to the next level. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഞാൻ പറഞ്ഞു, ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. Amen. I said on Friday that we're going through a transition. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നതിന് മുന്നുള്ള ഒരു പീരീഡ്. So from one level to the next level. ഈ പീരീഡ് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള പീരീഡാണെങ്കിൽ And it's going to be a difficult phase. ആ സമയത്താണ് ദൈവാത്മ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി But that's the time when our life is going to change. ദൈവിക പദ്ധതിയുടെ അനുരൂപമാക്കി മാറ്റുന്നത്. When God's plan is going to change our lives. യോർദാന്റെ കടവിൽ നിൽക്കുന്ന ജനം When we are at the end of Jordan's river, അങ്ങ് കനാനിലേക്ക് കടക്കുന്നതിന് മുന്നേ just we are going to enter into Canaan. ഒരു ട്രാൻസിഷൻ പീരീഡ് ജനം നയിക്കുക. The people are going to face that transition. എന്നാൽ അത് ബുദ്ധിമുട്ടെന്ന് ജനത്തിന് തോന്നിയാലും The people might find it difficult, ഇവിടെ വെച്ച് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. but God needs to do some things before. ഇതിന് നടുവിൽ വെച്ച് ചില രൂപാന്തരങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. God needs to change some people's life right now. ഇസ്രായേൽ ക്രോസ് ചെയ്ത ബൗണ്ടറീസ് പലതുണ്ട്. Israel has crossed many boundaries. അവർ ക്രോസ് ചെയ്ത ടെറിട്ടറീസ് പലതുണ്ട്. They crossed over many nations. അതെല്ലാം സുഗമമായിരുന്നില്ല. It wasn't easy. നടക്കില്ലെന്ന് പറഞ്ഞതോ. Many people thought it was impossible. എന്നാൽ സുഗമമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം But God made it so easy. അവരുടെ കൂടെ ഉണ്ടായിരുന്നു. And because His hand was with them. അവരെ ആ കരം വഴി നടത്തി. And that hand led them. ഇതുപോലെ നിന്റെ ജീവിതയാത്ര സുഗമമല്ലെന്ന് പിശാച് എഴുതുന്നുവെങ്കിൽ, Satan knows that your life is not easy right now. പിശാച് വിളിച്ചു പറയുന്നുവെങ്കിൽ, Satan is screaming that ഇതുപോലെ out. ആത്മാവിൽ എല്ലാ നാവുകളും ചലിച്ച് വിളിച്ചു പറഞ്ഞാട്ട്, Open your Holy Spirit എന്റെ and say, ജീവിതയാത്ര സുഗമമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്. my life is in the hands of the God who can make my life easy. ആത്മമണ്ഡലങ്ങളിൽ വിജയം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. Amen. God whose hand can make my life easy is with me. അങ്ങനെ ദൈവകരത്താൽ യാത്ര ചെയ്ത പ്രിയപ്പെട്ടവർ And everyone who's holding on to that God's hand, പുതിയ വ്യക്തികളായി മാറുവാനിടയായി. you will become into a new person. അതുവരെല്ലാം ദൈവിക പദ്ധതികളുടെ വക്താക്കളായി And you മാറുവാനിടയായി. become owners of new plans. അങ്ങനെ ദൈവത്താൽ നടത്തപ്പെട്ടപ്പോൾ And when you are led by the Holy Spirit, പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടാത്ത നിലവാരത്തിലേക്ക് ഒരു വളർന്നു. Satan couldn't even touch them again. ആദ്യം ഈ ബൗണ്ടറി കടന്നത് ഒരു രാജ്യമല്ല, They didn't just cross a nation. ഒരു വ്യക്തിയാണ്. One person crossed ഈ it. ട്രാൻസിഷൻ പീരീഡ് കടന്നു കഴിഞ്ഞപ്പോൾ When they crossed that ആ transition, വ്യക്തി പിന്നെ കുടുംബമായി മാറി. one man became a ആ family. കുടുംബം പിന്നെ രാജ്യമായി മാറി. A family became a nation. ആ ലോകത്തിന്റെ 5 വൻകരകളിൽ And that nation was spread out പിടിച്ചാൽ all the world. കിട്ടാത്ത നിലവാരത്തിൽ And the nation cannot be controlled. ദൈവം അവരെ ഉയർത്തുവാനിടയായി. God was able to lift that nation up. ഈ ട്രാൻസിഷൻ പീരീഡ് ചിലരുടെ ജീവിതത്തിൽ മാറാൻ പോവുകയാണ്. I mean, this is going to happen to your life right now. അനേക നാളുകളായി കിടപ്പ് മാറാൻ പോവുകയാണ്. I mean, the situation that your life has been is going to change. ദൈവാത്മാവിനെ ചില പുതിയ വഴിത്തരകൾ തുറക്കാൻ പോവുകയാണ്. God is making new roads in your life, ആത്മീക മണ്ഡലങ്ങളിലായി, in your spiritual life, അത് ഭൗതിക in തലങ്ങളിലായി your personal life. ദൈവാത്മാവ് ചെയ്യാൻ The പോവുകയാണ്. Holy Spirit is working in your life. 12:1 വായിക്കുന്നു, We can see in the book of Genesis chapter 12. അബ്രഹാം stepping into God's covenant promise. Hallelujah. Amen. അബ്രഹാം ഒരു പുതിയ വാഗ്ദത്ത ദേശത്തെ കടക്കാൻ We പോവുകയാണ്. can see Abraham going to a new land. 12:4 വായിക്കുന്നു. 12 verse 4. ആമേൻ. 14 വായിച്ചേ. Genesis chapter 12. 12:4 yeah. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ആ. അബ്രാം പുറപ്പെട്ടു. പുറപ്പെട്ടു. ലോത്തും അവനോട് അബ്രഹാം
പുറപ്പെട്ടു. Amen. Could someone read in English, please? ദൈവശബ്ദം കേൾക്കുന്നത് ഈസിയാ. Amen. Hallelujah. Genesis chapter 12 verse 4. Abraham departed. Amen. ദൈവശബ്ദം കേൾക്കുന്നത് ഈസിയാ. Amen. It's easy to hear God's word. ഇന്ന് പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വളരെ ഈസിയാ. Amen. When God is speaking to you, you can easily listen to it. 2026 ജനുവരി മുതൽ മാർച്ച് വരെ ഒത്തിരി ദൈവാത്മ സംസാരിച്ചു കേൾക്കുന്ന ഒത്തിരി ഈസിയാ. Amen. In the past 3 months, we heard of many of God's words. സ്റ്റെപ്പ് വെക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. But it's very difficult to take a step though. ഇന്ന് പൽക്കാലം ദൈവാത്മ എന്നോട് സംസാരിച്ചാൽ Whatever God has told you, അതനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കാവുന്ന തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി. if you can make a decision to follow that word, then lift your hands up and say amen. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. തമ്പുരാൻ നിന്നോട് സംസാരിക്കുന്നത് When God is speaking to you, നിന്റെ തകർച്ചയ്ക്കല്ല, not for your നിന്റെ destruction, ഉയർച്ചയ്ക്കാണ്, but for your ചില മതിലുകളെ പൊളിക്കാനാണ്. Amen. To break some walls. യേശുവിന്റെ In the നാമത്തിൽ name of Jesus. ചില പുതിയ വഴിത്താരകൾ തുറക്കാനാണ്. God is going to make new roads in your life. നിന്റെ നിത്യതയിലെത്തിക്കാനാണ്. And you think you reach the promised land. ലോകം കൊണ്ട് അവസാനിക്കുന്ന യാത്രയല്ല, Your life should not end this world. നിത്യതയിലെ കൊണ്ടെത്തിക്കാനാണ്. God wants to help you reach the വായ്പാച്ചതിനോട് പറഞ്ഞു, Amen. God has told Are you. you ready to listen? Hallelujah. Are you ready to follow the Lord? Hallelujah. ദൈവ ശബ്ദത്തിനോട് കീഴടങ്ങുവാൻ തയ്യാറാണോ? Are you willing to submit to God's word? സ്റ്റെപ്പുകളെ വെക്കുവാൻ തയ്യാറാണോ? Are you willing to take a step? മനസ്സാക്ഷിയോട് ചോദിച്ചോട്ടെ, Ask yourself. സ്റ്റെപ്പുകളെ വെക്കുവാൻ നാം തയ്യാറാണോ? Are you willing to take a step today? സ്റ്റെപ്പുകളെ വെക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ് Because it's തോന്നിയേക്കാം. difficult to take a step. എന്നാൽ കിട്ടുന്ന സമയത്ത്, If you have a time, പറയുന്ന സമയത്ത് if you have time to say, അമിത് സ്റ്റെപ്പ് വെച്ചാൽ if you take that step, നിന്റെ വിജയം സുനിശ്ചിതമാണ്. then victory will be yours. ഒന്നുകൂടി എടുത്തു പറയട്ടെ, I'll say it again. നിന്റെ ജീവിതത്തിന്റെ പല നന്മകളും തടയപ്പെട്ടത്, There are many blessings in your നീ life. That's പല why. ബന്ധങ്ങളും തകർന്നു കിടക്കുന്നത്, There are many times you just fall. സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞപ്പോൾ സ്റ്റെപ്പ് വെക്കാതിരുന്നതിന്റെ പരിണാമമാണ്. You take a step forward, you doubted yourself. അവൻ നിന്നോട് പറഞ്ഞത് നീ കേൾക്കാത്തതിന്റെ പരിണാമമാണ്. God told you, but you ഇന്ന് forgot. പോയി ആടി ഉലയുന്ന വള്ളം പോലെ ആയിരിക്കുന്നതിന്റെ പുറകിലത്തെ കാരണം പറ്റുന്നില്ല. Hallelujah. You have many reasons to disobey. ദൈവം പറഞ്ഞ സ്ഥലത്ത് സ്റ്റെപ്പുകൾ വെക്കുക. But if you don't take that step, ഇത് ദൈവം എടുത്തു പറയട്ടെ, then the Holy Spirit is repeating. ഇതിന്റെ സമയം നാളെ കിട്ടില്ല. I mean, you don't lose this opportunity. Praise the Lord. Hallelujah. കഴിഞ്ഞ ബുധനാഴ്ച I mean, last Wednesday, എനിക്കൊരു മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടു. I mean, there was a meeting prepared for me. നമ്മുടെ പൂവത്തൂർ ചർച്ചിലാണ്. I mean, it was a church in the Kerala. ചർച്ചിലാണ്. Hallelujah. പ്രൈസ് അലക്സജൻ എന്നോട് പറഞ്ഞു, പ്രൈസ് പാസ്റ്റർ മീറ്റിംഗിന് വന്നെങ്കിലും പറ്റൂ. Alexander told me that I had to go to that meeting. ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് രാത്രി ഞാൻ പോവുക. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പോകാൻ എല്ലാ ക്രമീകരണങ്ങൾ പൈക്കിംഗ് വരെ കഴിഞ്ഞിരിക്കുക. But the pastor was busy getting prepared and he told uncle that he was preparing to go. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒട്ടും സമയമില്ല. അച്ഛൻ പറഞ്ഞു വന്നെങ്കിലും പറ്റൂ. But Alexander sir told pastor that he had to come. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന, ഒരു വളരെ പ്രയാസകരമായ ഭവനത്തിന്റെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വന്നതിനോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വരണം. It was a 3-day fasting prayer. That family, that household was struggling, going through some bad times. അച്ഛന്റെ ചർച്ച ആയതുകൊണ്ട്, but because it was a church that's our brother's church, നമ്മുടെ പ്രിയ സഹോദരി ബ്രൈറ്റാൻഡിന്റെ ചർച്ച ആയതുകൊണ്ട്, because it was Brightan's church, ഞാൻ എത്ര തിരക്കാണെങ്കിലും even though I was busy, പോകുവാൻ തീരുമാനമെടുത്തു. I decided to go. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. So I prepared a message. I fasted for that. അനുഗ്രഹീതമായ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. So I prepared a message. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. But there was a call a day before. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. That they cancelled that meeting. എന്നോട് പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല. They told me a reason. അവിടെ ഒരു മരണം നടന്ന സഭയിൽ. That there was a death that happened in that church. അനിയൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ. There was a brother that died. റോഡ് സൈഡിൽ ഇരുന്ന് ടയർ അവരുടെ കടയുടെ മുന്നിൽ ഇരുന്ന് ടയർ പഞ്ചർ കടയാ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, so he was repairing his a wheel in his tire shop. വാഹനം പിടിച്ച് ഓൺ ദ സ്പോട്ടിൽ മാറ്റപ്പെടുകയാണ്. A car went into that shop and killed this. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ മോർച്ചറിയുടെ മുന്നിലാണ്. So Alexander told me that I'm in mortuary. ഇപ്പോഴും ചെവിയിൽ നിന്ന് ചൂട് രക്തം പുറത്തു വന്നുകൊണ്ടിരിക്കുക. Even now this gentleman that died, his blood is still flowing out of his body. എനിക്ക് സഹിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. Uncle told me that he could not bear it. ദൈവത്തിന്റെ പേരിലെ അതിന്റെ തലേ ദിവസം ആ ചർച്ചിൽ ആത്മാവിൽ ആരാധിച്ച സഹോദരനാണ്. I mean, that brother was filled with the Holy Spirit that Sunday. വിശ്വസിക്കാൻ പറ്റുകയില്ല. I could not believe it. നമ്മളൊക്കെ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. I mean, we are praying to God right now. ഞായറാഴ്ച നമുക്ക് കിട്ടുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടി. We have no guarantee that we'll make it to next Sunday. ഇന്ന് ലഭിച്ച ദിവസം, the time that you have today, ഇന്ന് നമ്മൾ സ്റ്റെപ്പുകളെ വെക്കാൻ പറയുന്നു. if you make that step today, ഇന്ന് സ്റ്റെപ്പുകളെ വെച്ചാൽ, if you take that step, ദൈവത്തിന്റെ വലിയ ലോകത്തിൽ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല. I mean, it doesn't matter how long you live in this world. എത്തുമെന്നുള്ളത് ഉറപ്പാ. The only thing that matters is you reach heaven. യാത്ര നിനക്ക് കിട്ടുമെന്ന് ഉറപ്പാ. I mean,
mean, that is the only thing that matters. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. I mean, we don't have any guarantee for how long we live. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. I mean, we see the grass wither and the roses die. അങ്ങനെ വാടിപ്പോകുന്നവരാണ് നമ്മൾ. And that's how we are. ഇങ്ങനെ ഇന്നത്തെ സ്റ്റെപ്പ് നാളെ വെക്കാമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. You know, move that step for tomorrow. ഇത് വലിയ സങ്കീർത്തനത്തിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു. It sounds what God spoke to us. ഈ പകല് ബൈബിൾ ക്ലാസ്സിൽ കൂടി ദൈവാത്മാവ് God സംസാരിച്ചു. spoke to us in the Bible study. സ്റ്റെപ്പുകളെ വെക്കുവാൻ ദൈവാത്മാവ് എവിടെയെല്ലാം നമ്മളോട് പറഞ്ഞു. God is telling us many times to take that step. മാറ്റി വെക്കാൻ പറ്റുകയില്ല. But if you lose this opportunity today, ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരികയില്ല. you might not have the opportunity again. അബ്രഹാം എത്രയും പെട്ടെന്ന് സ്റ്റെപ്പുകളെ വെച്ചു. We see Abraham who took that step quickly. ബൗണ്ടറി ക്രോസ് ചെയ്യുവാൻ തയ്യാറായി. He quickly crossed that boundary. അവിടെ നാല് എഴുതിയിരിക്കുന്നത് If we can read it Abraham departed as the Lord had spoken unto him. in Genesis chapter 12 verse 4. ദൈവാത്മാവ് അവനോട് പറഞ്ഞതനുസരിച്ച്. So Abraham listened to the Lord's word. ലോകം നമ്മളോട് പലതും പറയും. I mean, the world might tell him many things. അതനുസരിച്ച് സ്റ്റെപ്പുകളെ വെച്ചവരാ നമ്മൾ. If you listen to them and took a step, ദൈവാത്മാവ് നമ്മോട് പറയുന്നു. but here Holy Spirit is saying, അബ്രഹാം പറയുന്നതനുസരിച്ച് സ്റ്റെപ്പുകളെ വെച്ചാൽ if you not obey me, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. then if you obey me, you will be a blessing. 75 വയസ്സുള്ള മനുഷ്യനാണ്. I say Abraham was 75 years old. 75 വയസ്സുള്ള മനുഷ്യന് റെസ്റ്റ് എടുത്തിരിക്കേണ്ടവനാണ്. I mean, he should be taking rest at his old age. റെസ്റ്റ് എടുക്കാൻ തയ്യാറായില്ല. But he wasn't willing to take a rest. പറഞ്ഞനുസരിച്ച് യാത്ര ചെയ്യുവാൻ തയ്യാറായി. When God commanded, he followed. കാരണം ആരെയാണ് പിന്തുടരുന്നതെന്ന് അവന് ഉറപ്പുണ്ട്. Because God knew who he was. Abraham knew who he was obeying. ഈ ബൗണ്ടറി ക്രോസ് ചെയ്യുവാൻ, Once he crossed it, അവന്റെ മുന്നിലുള്ള പ്രതികൂലങ്ങളെ ക്രോസ് ചെയ്യുവാൻ, once he got over that problem, അവൻ ആരുടെ പുറകിലാണ് പോകുന്നതെന്നുള്ള തിരിച്ചറിവ് അവന്റെ ജീവിതത്തിലുണ്ട്. Abraham really knew who he was ഈ following. തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലരെയും പല മണ്ഡലങ്ങളിൽ പിടിച്ചു നിർത്തുന്നത്. Many people don't know who is asking them to follow. നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോയാൽ നീ തകർന്നു പോകുന്ന ചിന്തിക്കുന്ന അനുഭവങ്ങൾ. You might think that if you follow God right now, you'll be destroyed. ബുദ്ധിയുടെ ചിന്ത അതിനെക്കാട്ടി നിന്നെ തകർക്കുന്നതാണ് നിനക്ക് മനസ്സിലാക്കാൻ But you പറ്റുന്നത്. don't understand your intelligence is what's destroying you. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ If you're going to make a decision, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന എത്ര പേരുണ്ട്? meditate upon God's word. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? Who hear cries in front of God. ശക്തന്മാരായ നമ്മുടെ കൂട്ടുകാരിൽക്കാൾ ഉപരിയായി I mean, do not look to your strong friends. നമ്മുടെ ജനനം മുതൽ നമ്മുടെ ഭാവി കുറിച്ച് വെച്ചിരിക്കുന്ന തമ്പുരാന്റെ പറ്റി ചോദിക്കുവാൻ നമ്മൾ എത്ര പേർ തയ്യാറാകുന്നു? Because God is our creator, He has planned out your life. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ട്. I mean, God has Abraham has a promise in his heart. യശയ്യാ 41 അധ്യായം Isaiah chapter 41. 1-2 വാക്യങ്ങൾ അതിലേക്ക് പോകാൻ സമയത്ത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. മുമ്പേ പോകുന്നവന്റെ ഉറപ്പ്. I mean, the one who is leading us, we have His promise. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I mean, do not be afraid, I'm with you. ഈ ഉറപ്പ് അബ്രഹാമിനുണ്ടായിരുന്നു. Abraham knew this word. അതുകൊണ്ട് അവൻ ആ ബൗണ്ടറി ക്രോസ് ചെയ്യുവാൻ ഇറങ്ങി. So he was willing to follow God. 5 വായിക്കുന്നു. When we can read he reached Genesis chapter 12, ഇറങ്ങുക മാത്രമല്ല, not only did he depart, എത്തേണ്ടത് എത്തണം. but he reached the promised land. അങ്ങോട്ടേക്ക് ഇറങ്ങുക മാത്രമല്ല, so do not just follow. നമ്മളെല്ലാം നിത്യതയെ കാണണമെന്ന് We should have reached heaven. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. That's what the Holy Spirit wants of us. അതായത് ബൗണ്ടറികളെല്ലാം തകർത്ത്, so destroy the boundaries in front of you. അതിനെ അവൻ ക്രോസ് ചെയ്തു. Abraham did that. എങ്ങനെ? How did he do it? അവന്റെ മുമ്പിൽ പോയി ദൈവിക സാന്നിധ്യത്താൽ. Because God's presence was in front of him. യേശുവിന്റെ നാമത്തിൽ. Amen. In the name of Jesus. ഇന്ന് പോലെ സ്പിരിച്വൽ ബൗണ്ടറികളെ മാറ്റാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, so God wants to break some spiritual boundaries from you. ഉള്ളവരെന്ന് ദൈവത്തിന് നന്ദി കരയട്ടെ. If you really want that, then give thanks to God. ഞാൻ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. I should not sit like this. എന്റെ ഉള്ളിൽ ഒരു ആത്മീക മനുഷ്യനുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ ഉള്ളിൽ ഒരു ആത്മശക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനെ എനിക്കത് പുറത്തു കൊണ്ടുവരണം. I want to bring outside. അതിനു വേണ്ടി ഞാൻ തയ്യാറാണെന്ന് I want to prepare myself. ഈ പോയി സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? Who here submits and wants to do that? Praise the Lord. Hallelujah. അവന്റെ മുന്നേ പോയി ദൈവിക സാന്നിധ്യം. I mean, God's presence was going in front of him. 15:17 വായിക്കുന്നു. We can see Genesis chapter 15:17. തീച്ചൂള നമ്മൾ കാണുക. And we can see a stronghold. അബ്രഹാമിന്റെ ജീവിതത്തിൽ, in front of Abraham, അവന്റെ തലമുറകളോടുള്ള ബന്ധത്തിൽ, we can see regarding his generations, തീച്ചൂള വെളിപ്പെടുത്തുന്നു. God made a promise to him about his kids. Praise the Lord. Hallelujah. തീച്ചൂളെ പലപ്പോഴും ദൈവവചനത്തിൽ ദൈവിക സാന്നിധ്യമായും, we can see the pillar of fire, pillar. We can see how it signifies God. ഉടമ്പടിയുടെ അധികാരമായി ഒക്കെ കാണുന്നുണ്ട്. And how it's showing us a sign of promise. അത് വിശുദ്ധിക്ക് ആധാരമായി, because it's ശുദ്ധീകരണത്തിന്റെ അടയാളമായി, holiness and cleanliness. ഉടമ്പടിയുടെ ഉറപ്പായി ഒക്കെ കാണുന്നുണ്ട്. It's a sign of covenant. Hallelujah. അതായത് ദൈവിക തീച്ചൂളയുടെ, so we can see how God's promise, ഉടമ്പടിയെ കൂടി, how the covenant He made with Abraham, ബൗണ്ടറികൾ കടത്തുവാൻ, once He made that, Abraham, so He's going to anoint them. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നത്, the Holy Spirit is saying it strongly. ഉടമ്പടിയുടെ തീച്ചൂള അത് കടന്നു വരട്ടെ. May that fire come out of you. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. Amen.
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അവൻ 15:8 നാം വായിക്കുന്നുണ്ട്. You can see in 15 verse 8. അബ്രഹാം ഒരു എക്സ്ട്രാ ഓർഡിനറി സൈൻ എക്സ്പെക്ട് ചെയ്യുക. I mean, Abraham is expecting something extraordinary. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുവാനുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമോ? അവനൊരു സൈൻ വേണം. I mean, so could someone read it in English? Genesis 15 verse 8. And he said, Lord God, how shall I know that I will inherit it? So he said to him, bring me a 3-year-old. അവൻ എനിക്ക് ഒരു അടയാളം വേണം. ഞാനിത് കരസ്ഥമാക്കുമ്പോൾ എനിക്കിത് കിട്ടുമെന്ന് ഒരു അടയാളം വേണം. So Abraham wants a sign in his life. 5-ാം വാക്യത്തിൽ അവൻ ചോദിക്കാതെ തന്നെ ദൈവം അവന് ചില അടയാളം കൊടുത്തു. So without Abraham asking, God showed some sign. അവരെ പുറത്തുള്ള ആകാശത്തേക്ക് നോക്കി നീ അടയാളം കാണാൻ പറഞ്ഞു. God told him, look into the sky and saw the sign. Praise the Lord. Amen. അവൻ അത് കഴിഞ്ഞിട്ട് ദൈവാത്മാവിനോട് പറയുകയാണ്, Amen. After that, God is telling him, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. I'm going to bless you. ഞാൻ നിനക്ക് ചില അവകാശമായി തരാൻ പോവുകയാണ്. I'm going to give you some promises. 8-ാം വാക്യത്തിൽ വായിക്കുന്നു, In verse 8, യഹോവേ, oh sorry Lord, ഞാൻ അതിനെ അവകാശമാക്കുവാനുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമോ? അതൊരു അവിശ്വാസത്തിന്റെ വാക്കല്ല. so it is not a word of disbelief, അവനുള്ള വിശ്വാസത്തെ സ്ട്രെങ്തൻ ചെയ്യുന്ന വാക്ക്. but Abraham wants something to strengthen his faith. അതായത് തമ്പുരാൻ പറഞ്ഞ നടക്കില്ലെന്നുള്ള ചിന്തയിലല്ല, Abraham knows that what God said will അത് happen, നടക്കുമെന്ന് അവന് തന്നെ അവൻ നല്ല ഉറപ്പുണ്ട്. and he has 100% confidence in God. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. But in regards to that, he has some faith. ആ വിശ്വാസം ഒന്ന് ഉറപ്പിക്കണം. He wants to double his faith. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, In verse 6 we read, 6-ാം വാക്യത്തിൽ എഴുതി, അവൻ യഹോവയിൽ വിശ്വസിച്ചു. Abraham believed in the Lord, ആമീൻ. അത് അവന് നീതിയായി കണക്കിട്ടു. and it counted as righteousness. ആമീൻ. Righteous. 6-ാം വാക്യത്തിൽ അവൻ വിശ്വസിച്ചു. So in verse 6 Abraham believed. 8-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു. So in verse 8 he is praying. ചിലപ്പോഴൊക്കെ നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്. Sometimes in our life we get tired. ആ സമയത്ത് വിശ്വാസത്തെ ഉറപ്പിക്കുന്ന So sometimes we need something to strengthen ഒരു us. അടയാളം കണ്ടാൽ And if we see a sign that strengthens എത്ര us, how സന്തോഷകരമായിരിക്കും. happy will we be, right? വീക്കായിരിക്കുന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിൽ അടയാളം. So signs that strengthen our faith. കൊതിയുള്ള എത്ര പേരുണ്ട്? Who really wants that? അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരിക്കുന്ന വിഷയത്തിന്മേൽ So many things that you're praying for, but you ഒരു haven't seen the അടയാളം answer. വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ God's Spirit wants to show you that sign. ദൈവാത്മാവ് ചെയ്യാൻ പോവുകയോ? And God is going to show you. ഇതുവരെ കണ്ണുകളെ ദൈവാത്മാവ് തുറക്കാൻ പോവുകയോ? God is going to open your eyes. കണ്ണുകളെ തുറന്ന് When you open it, നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന your faith is strengthened. ദൈവപ്രവർത്തനം വെളിപ്പെടാൻ പോവുകയോ? And that sign is going to be performed in your life. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ Hallelujah. നാമത്തിൽ Don't sin like this. അവന് മരിച്ചവരുടെ ഗദയോന്റെ അടുക്കൽ Amen. When we see Gideon, ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ in Judges chapter 6 verse 11, ദൈവാത്മാവ് കടന്നു വന്നിട്ട് അവനെ ഉറപ്പിക്കുന്നു. that God's Spirit came to Gideon and strengthened his faith. 6:36 മുതൽ 40 വാക്യങ്ങളിൽ In verse 36 onwards, ആട്ടിൻതോല് കൊണ്ടുള്ള അടയാളങ്ങൾ വെളിപ്പെടുത്തുന്നു. we can see a sign God used for അവനോട് പറഞ്ഞ sacrifice. ഭോജനം നിവർത്തിയാകും എന്നുള്ള അടയാളം. And a covenant that what I told you will happen. അത് സംഭവിച്ചതിന് ശേഷമല്ല, And not after it happened. അത് സംഭവിക്കുമെന്ന് ഉറപ്പിക്കുന്നതിന്റെ അടയാളം. Before it happened, it was a sign of confidence. വിശ്വസിക്കാൻ പറ്റുന്നോ? Can you believe it? ഇത് കാണാൻ കൊതിയുള്ള എത്ര പേരുണ്ട്? Who really wants to happen in your life? ഗിദെയോൻ ആവശ്യമുണ്ടായിരുന്നു. Gideon really needed it. മാനോഹിക്ക് ആവശ്യമുണ്ടായിരുന്നു. Manoah needed it. ആകാശത്തിന് കൊതിയുണ്ടായിരുന്നു. And Ahash needed it. കൊതിയുള്ളവർക്കെല്ലാം ഈ അടയാളം ദൈവത്തിന്റെ People കൊടുത്തു. wanted to see the signs God showed it. എബെനേസരെ കൊതിയുള്ള പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് People in this church, do you want to see that sign? എബെനേസരെ കൊതിയുള്ള പ്രിയപ്പെട്ടവർക്കായി അടയാളങ്ങൾ നൽകി തരുമോ? Do you want to see that God is going to show it? ദൈവാത്മാവ് ആഗ്രഹിക്കുമോ? And God really wants to do that. യേശുവിന്റെ നാമത്തിൽ അതിനോട് വിശ്വാസമുണ്ട്. I mean, who here believes it? അവൻ കേട്ട ദൈവശക്തത ഉറപ്പിക്കുന്നതിൽ അടയാളങ്ങൾ. Amen. And whatever we heard is strengthened his faith. അവ ഇടയ്ക്കൊക്കെ I mean, sometimes. നാം സ്വർഗത്തിൽ ചെല്ലുമെന്നുള്ളതിന്റെ ഒരു ഉറപ്പിന്റെ Sometimes we need a guarantee that we'll reach heaven. അടയാളങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. And we ask, Lord, please show us that sign. വിസ കിട്ടുമെന്നുള്ള അടയാളമല്ല, But not just that we get into heaven. പുതിയ കാറ് കിട്ടുമെന്നുള്ള അടയാളമല്ല, Not that we get a new car. പുതിയ ഭവനം കിട്ടുമെന്നുള്ള അടയാളമല്ല, Not a sign for a new ഞാൻ house. സ്വർഗത്തിൽ ചെല്ലുമെന്നുള്ളതിന്റെ ഉറപ്പിന്റെ അടയാളം. Hallelujah. That are not signs that I'm going to go into heaven. ലോകത്തിൽ പലർക്കും ആവശ്യമില്ലാത്ത അടയാളമാണിത്. Many people want you useless signs. ആവശ്യമില്ലാത്തതിന്റെ പുറകിൽ അടയാളം ചോദിച്ച് മനുഷ്യൻ നടക്കുമോ? Amen. You know where sign on useless signs? എബെനേസറിന്റെ സഭയെ Everyone in this church, നിങ്ങളത് കൊതിക്കേണ്ട അടയാളം. I really want you to worship നിത്യതയിലെത്തും. for a sign that I will reach heaven. നിത്യതയിലെത്തുമെന്നുള്ള അടയാളം. Say with your own mouth, hallelujah. I want a sign that I will reach heaven. Hallelujah. ഹല്ലേലൂയ. In the name of Jesus, hallelujah. Praise the Lord. Hallelujah. അതിന്റെ 15:9 15 verse 9. പെട്ടെന്ന് അടയാളം കിട്ടുമെന്ന് കരുതിയവനോട് Amen. When he expected you to see a sign quickly, കാത്തിരുന്നവരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, God is telling Abraham, prepare a sacrifice
for me. God told him to prepare a sacrifice. നീ Hallelujah. ഒരു യാഗപീഠം തയ്യാറാക്കണം. Hallelujah. Amen. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. He understands it. ആരംഭത്തിൽ ഒന്നും ചോദിക്കാതെ Firstly, God showed him a sign. ആരംഭഭാഗത്ത് ദൈവാത്മാവിനെ പിടിച്ചെടുക്കലോട് ഈ സ്വാമി ആകാശത്തിലേക്ക് നോക്ക്. God dragged Abraham out of his house and told him to look in the sky. ഇതാ നിനക്ക് വേണ്ടി ഞാൻ ചില അടയാളം വെളിപ്പെടുത്തിയിരിക്കുന്നു. I am showing some signs for you. ആ നക്ഷത്രങ്ങളെ നോക്കി നിന്റെ തലമുറകളെ എണ്ണാങ്കിൽ നീ എണ്ണിക്കൂ. God told Abraham, count the stars, that is your descendants. അടയാളം അവിടെ കൊടുത്തു. And that is sign 1. എന്നാൽ അടുത്ത തലത്തിൽ In the next stage, ഇവൻ അതിനെക്കാട്ടിൽ ആഴമായി Abraham wanted something else. എന്നെ ഉറപ്പിക്കുന്ന Something that strengthens ഒരു confidence. അടയാളം എനിക്ക് വേണമെന്ന് He ചോദിച്ചപ്പോൾ wanted another sign. വളരെ പ്രതീക്ഷയോടെ ഇവൻ കാത്തിരിക്കുക. And he's waiting expectantly. ആദ്യം ദൈവം ഇങ്ങനെയാണ് കാണിച്ചതെങ്കിൽ If God showed this like this, ഇതിനെക്കാട്ടിൽ എത്ര സാധാരണമായ രീതിയിലായിരിക്കും ദൈവാത്മ കാണിക്കാൻ Abraham പോകുന്നത്. was expecting something extraordinary. എന്നാൽ അവൻ ചോദിച്ച രീതിയിലല്ല ദൈവം ചെയ്തത്. But God, he got a different answer. ദൈവം അവരോട് പറഞ്ഞു, Here the Holy Spirit told him, നിനക്ക് അടയാളം തരാം. I will show you a sign. അടയാളം തരുന്നതിന് മുന്നമേ But before that, നീ ഒരു യാഗപീഠം you തയ്യാറാക്കണം. must prepare a sacrifice. ചില യാഗവസ്തുവിനെ ഒരുക്കിയെടുക്കണം. You must prepare an ഇതിൽ altar. എത്ര പേർ വിശ്വസിക്കുന്നു? Who here believes that? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പലരും ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. Many people ask for a sign. ദൈവം നിന്നോട് പറയുന്നത് അനുസരിക്കുവാൻ നീ തയ്യാറാണോ? Are you willing to obey God today? ദൈവ ശബ്ദത്തിന് കീഴടങ്ങുവാൻ നീ തയ്യാറാണോ? Are you willing to submit to God's അവൻ word? നിന്റെ പദ്ധതിയല്ല ദൈവാത്മ ചെയ്യാൻ Your പോകുന്നത്. plan is not God's plan. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടണമെങ്കിൽ When God plans to show, ദൈവത്തിന്റെ ഹിതത്തിനുള്ളതാണ് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ. you have to follow God's ദൈവം word. പറയുന്നത് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. God has a command for you, you need to follow first. എന്താണ് ചെയ്യേണ്ടത്? What do you need to do? 3 വയസ്സുള്ള He needs to take a 3-year-old. എന്താ വേണ്ടുന്നത്? What does he need? നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നാ പോരാ. Not just according to your wish. ഒരു യാഗവസ്തു വേണം. You need to bring a sacrificial ആ lamb. യാഗവസ്തു ഏതൊക്കെ ആയിരിക്കണം? What does it need to be? വായിച്ചു. Read it. 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാടിനെയും ആ. 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ആ. ഒരു കുറുപ്രാവിനെയും ആ. ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക. എന്തൊക്കെ വേണം? So what does he need? ആ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും എന്തോ എത്ര നാളത്തെ പ്രായം ഉണ്ടായിരിക്കണം? 3-year-old. Hallelujah. 3 വയസ്സ് Amen. എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രോത്ത് ആയിരിക്കണം. Amen. So they must be 3-year-old completely. ഫുൾ സ്ട്രെങ്ത് ആയിരിക്കണം. It must be fully strong. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൊടുക്കുന്നത് Whatever you give to God ഫുൾ ഗ്രോത്ത് ആയിട്ടുള്ളതായിരിക്കണം. must be fully grown. പൂർണ്ണമായി വളർന്നതായിരിക്കണം. Must be mature. അപൂർണതയിലുള്ള ആരാധന ദൈവത്തിന് വേണ്ട. And God does not want your ഫുൾ സ്ട്രെങ്തിലായിരിക്കണം ദൈവത്തിന് ആരാധിക്കുന്നത്. worship must be full strength. ഇന്ന് പോലെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ Everyone listening to you, ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ if we come to worship God, തോന്നിയിട്ടുള്ള ആരാധനയല്ല. you don't worship according to your will. ദൈവത്തിന് പ്രമാണമുണ്ട്. Worship according to God's command. ദൈവം നിന്നോട് സംസാരിക്കണമെങ്കിൽ, God wants to speak to you. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, You want to hear God. ദൈവീ ആലോചന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, You want to understand God's ഇത് plan. എന്നോടാണ് ഇടപെടുന്നതെന്ന് You മനസ്സിലാക്കണമെങ്കിൽ really want to feel it. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ You തയ്യാറാകണം. need to do something for God. ഓടി വന്നിട്ട് ചില അടയാളം കാണാൻ You നോക്കുക. don't expect something right now. ഓടി വന്നിട്ട് ചില നന്മകൾ അനുഭവിക്കാൻ You നോക്കുക. don't expect some blessings now. ഓടി വന്നിട്ട് ചിലത് വെള്ളം കോരുന്നത് പോലെ കോരിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാൽ Do not just try to rush things. പറ്റുകയില്ല. Then nothing will happen. അബ്രഹാമേ, നിനക്ക് അടയാളം തരാം. Abraham, I'll show you a ഇവിടെ sign. അടയാളം തരുന്നതിന് മുന്നേ But just before that, നീ പൂർണ്ണതയുള്ള ചില മൃഗങ്ങളെ കൊണ്ടുവരണം. you need to make sure sacrifice. പൂർണ്ണതയുള്ള ആരോഗ്യമുള്ളത്, It must be fully strong. ബലം ചെയ്ച്ചനുഭവമല്ല. Not just sweet. അത് കോട്ടുമായിരുന്ന ആരാധനയല്ല ദൈവത്തിന് ആവശ്യം. Not a baby. ക്ഷീണിച്ചിരിക്കുന്ന അനുഭവമല്ല ദൈവത്തിന് ആവശ്യം. Not something that's നിന്റെ shy. ജീവിതത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കുക. Something that is fully strong. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Because God wants നമ്മൾ power. പാടുമല്ലോ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കും. Amen. Hallelujah. അന്ന് നാഥന്റെ മുഖം കണ്ട് ആരാധിക്കും. Then we worship God by seeing ഈ faith. പാടുന്നവന്റെ ഹൃദയത്തിൽ എത്ര വിശ്വാസമുണ്ട്. The singer, how much faith is he അവൻ have? പാടുമ്പോൾ ആത്മാവിൽ പറയണം, എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിന്റെയാണ്. When you're singing, you must have full faith. ബന്ധന മഴിയിൽ കെട്ടുകൾ പൊട്ടു. Amen. Break the chains. ആരാധനയെങ്കിൽ With worship. ആരാധിക്കുന്നവന് ഉറപ്പുണ്ടായിരിക്കണം. ഇന്ന് പലരുടെ ബന്ധന വഴിയോ, The one praising must have ഇന്ന് confidence. പലരുടെ കെട്ടുകൾ പൊട്ടു. The bonds, the chains. അവന് ഉറപ്പുള്ള ആരാധന, I have faith. ഉറപ്പുള്ള പ്രാർത്ഥന. I have praise. ഞങ്ങളുടെ കടന്നു വീഴിയോ, Amen. തൻ കയ്യിൽ കപ്പെടുത്താത്തതുപോൽ Amen. How Miriam prayed with you. പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതോ. Break the sins. Hallelujah. Break the chains. നിന്നെ ആരാധിക്കോ. That's how I worship you. എന്ത് പവർഫുള്ളോ. Amen. How powerful. പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് The chains of sin must be broken. ആരാധിക്കുന്നവർ ആത്മാവിൽ നൃത്തം ചെയ്യുക. You can pray like I ആരാധനക്കാർ ആത്മാവിൽ സ്തുതിക്കുക. പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് I'm going to break the chains. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. In the name of Jesus.
Praise the Lord. Hallelujah. റോമാലേഖനം 12:1. Romans 12:9. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി It must be a worship. Hallelujah. നിങ്ങളുടെ ശരീരങ്ങള് Your body ജീവനും must be full of life. വിശുദ്ധിയുമുള്ള Must be clean. ആരാധനയായി That's how your worship must be. സമർപ്പിപ്പീൻ. Submit yourself. എല്ലാത്തിനും 3 വയസ്സ്. So every sacrifice must be 3 years old. പൂർണ്ണ ശക്തിയുള്ള. So it's fully grown. പൂർണ്ണ വളർച്ചയുള്ള മൃഗം. It's fully strong. ആവർത്തനം 6-ന്റെ 4-5. അവ ദൈവത്തിന് കൊടുക്കുന്ന എങ്ങനെയുള്ളതായിരിക്കണം? Deuteronomy chapter 6 verse 4 and 5. Could someone read in English, please? ഇസ്രായേലേ നിങ്ങൾ കേൾക്കാം. ഇന്ന പോലെ ദൈവം നമ്മോട് പറയും, എബനേസരേ നിങ്ങൾ കേൾക്കാം. Amen. Hallelujah. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നീ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് കൂടെ സ്നേഹിക്കണം. Could someone read it in English, please, loudly? Praise the Lord. Hear, O Israel, the Lord our God, the Lord is one. Love the Lord with your God, with all your heart. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന എങ്ങനെയായിരിക്കണം? So how must you worship God? ഇതുപോലെ നാം യാഗം കഴിക്കാനല്ലേ വന്നത്? So we came here to make a sacrifice, right? നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എങ്ങനെയുള്ള യാഗം കഴിക്കാനാണ്? So how must our sacrifice be? മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ Now we read. കണ്ണ് പൊട്ടിയതിനെയും കാത് പൊട്ടിയതിനെയാണോ ദൈവത്തെ? So God is not a sacrifice that has disabilities. നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിൽ സമർപ്പിച്ചുള്ള ഒരു ആരാധനയിൽ ആഗ്രഹിക്കുന്നത്. So if we are 100% worshiping God, how must ദൈവത്തിന് കൊടുക്കുന്ന പൂർണ്ണതയിൽ ആരാധിക്കണം. anything for God must be fully blessed. അബ്രഹാമേ, നീ ഒരു സൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. God is telling Abraham, I know you're expecting a sign. ഇന്ന് പോലെ ചില ദൈവശബ്ദം കേൾക്കണമെന്ന് കൊതിയുള്ളവരുണ്ടെന്ന് I എനിക്കറിയാം. know some people here want to see a sign. ചില അടയാളത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ടെന്ന് They want a എനിക്കറിയാം. sign in their life. എന്നാൽ അതിന് മറുപടി ദൈവമാണ് നിന്നോട് പറയുന്നത്, God's response to you നീ is പൂർണ്ണതയുടെ ഒരു ആരാധന കഴിക്കുവാൻ തയ്യാറായോ? your worship must be full of God. പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു ആരാധന കഴിക്കാൻ തയ്യാറായോ? Submit yourself completely. നിന്റെ ദൈവത്തിന്റെ ഹിതം ഇന്നതാണ് ദൈവമാണ് നിന്നോട് പറഞ്ഞിട്ട് God knows what He wants. I told അതനുസരിച്ച് you. ചെയ്യുവാൻ തയ്യാറായോ? And if you obey and follow നിന്റെ that, ജീവിതത്തിൽ നീ പോലും അറിയാത്ത നിലവാരത്തിലുള്ള so you're going to reach a new level ഒരു that you never expected. തീച്ചുളയുടെ നടുവിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ You're going to പോകുകയാണ്. be burning with fire. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കത്തുന്ന തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. Your fire is going to come out. അതിന്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ഉടമ്പടി ഉണ്ടെന്ന് And when that comes out, that covenant that you made with God, പരിശുദ്ധാത്മാവ് പറയുന്നു. the Holy Spirit is saying that today. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം Amos chapter 8, അതിന് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 and 5, when you read അവിടെ it, പറയുന്നത് പോലെ when it says, അവർ തിരക്കുള്ളവരായതുകൊണ്ട് so we see that we are busy. എങ്ങനെ പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റും? So how can we completely submit to God? പ്രൈസ് ആ വാക്യം ഒന്ന് വായിച്ചേ. Hear this, you who trample the needy, Ah. and do away with the poor of the land, saying, Ah. when will the new moon be over, Ah. that we may sell grain, ആ. and the Sabbath be അപ്പൊ നമ്മൾ വളരെ തിരക്കുള്ളവരാ. So we are all really busy, right? തിരക്കുള്ളവർക്ക് എങ്ങനെ പ്രൈസിലൂടെ നല്ല ആരാധന കഴിക്കാൻ പറ്റും? So when do we have time to praise God? പ്രൈസ് നമ്മൾ ഈ മത്സ്യത്തെ കരയ്ക്ക് പിടിച്ചിട്ടാലുള്ള അനുഭവം നമുക്ക് So we know what happens to a fish when we take it out of the sea. പ്രൈസ് കരയ്ക്ക് ഒരു ഈ സമുദ്രത്തിൽ കിടക്കുന്ന ഒരു മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടാൽ So when a fish that lives in the water is taken to land, ആ മത്സ്യത്തിന് സന്തോഷമാണോ? is a fish happy? ആണോ? മത്സ്യം ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ. It's difficult for the fish to breathe, right? To survive. എല്ലാ എല്ലാ അനുഭവങ്ങളും അത് കാണിക്കും. So it shows many actions. ആണോ? Isn't it? അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുവൻ കടന്നു വരുമ്പോ So when we come into God's presence, നമ്മൾ കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലാണോ അതോ സമുദ്രത്തിൽ കിടക്കുന്ന so മത്സ്യം? are we like a fish that's living on land or in water? നമുക്ക് സന്തോഷമുണ്ടോ അതോ സന്തോഷമില്ലായിരിക്കും? Are we happy or are we sad? എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ So we feel like we are losing ഒരു something. വലിയ അനുഭവം. And that things that we are feeling depressed. കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുമ്പോൾ എത്ര സന്തോഷമായില്ലേ? We are really happy in the midst of our friends. ലോകത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ സംസാരമൊക്കെ കേൾക്കാൻ എത്ര സന്തോഷമാണ്. In the midst of the world, we sound so happy. എത്ര നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുന്നത്. We are so good to everyone around us. ദൈവസന്നിധി വരുമ്പോൾ ആ ഒരു സന്തോഷമില്ല. But why are we not happy when we come into God's presence? അത്രത്തോളം വായി തുറക്കാൻ പറ്റുന്നില്ല. Why is our mouth not opening? അത്രത്തോളം എൻജോയ് ചെയ്യാൻ How പറ്റുന്നില്ല. can we enjoy our worship? നിങ്ങളുടെ കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുന്നത് പോലെയുള്ള എൻജോയ്മെന്റ് ദൈവസന്നിധി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? Why can't you enjoy like when you're with your friends? ലോകത്തിലായിരിക്കുന്നതിനേക്കാൾ ഒരു എൻജോയ്മെന്റ് ഇതിനകത്ത്
ഇതിന്റെ നടുവിലുണ്ടോ? You must be more enjoying when you come to church. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, You're not joyful because ശ്വാസം മുട്ടുന്ന അനുഭവമാണ്. that because you're feeling suffocation. കരയ്ക്ക് പിടിച്ചിട്ടിരിക്കുന്ന മീനെ പോലെയാണ്. Like a fish that's been taken out of the water. അതുപോലെ ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു, Here the Holy Spirit is asking, ദൈവത്തിലായിരിക്കുന്ന നിമിഷങ്ങൾ സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കണം. when you're in front of God, you must be full of joy. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ട You ജീവിതമായിരിക്കണം. must submit yourself to God. 15:9 ഇതാണ് നമ്മൾ വായിച്ചത്. Genesis 50:9. പ്രൈസ് നീ എന്ത് ചെയ്യണം? അവനോട് നീ 3 വയസ്സുള്ള So God told Abraham, a 3-year-old, പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. കൊണ്ടുവരാൻ ദൈവം പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇതിന് എന്ത് ചെയ്യണമെന്ന് ദൈവാത്മാവ് പറഞ്ഞോ? പറഞ്ഞോ? നിങ്ങളുടെ ബൈബിളുണ്ടോ? ദൈവം വഴി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? പക്ഷെ ഇതിന് എങ്ങനെ ഒരുക്കണമെന്ന് ആർക്കറിയാം? ഇത് എങ്ങനെ ക്രമീകരിക്കണമെന്ന് ആർക്കറിയാം? Abraham knew. Hallelujah. ആണോ? ഓരോ ആഴ്ചയെ പറഞ്ഞ ഇങ്ങനെ ഒരുക്കണമെന്ന്. So tell yourself that's how you must prepare. നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. എല്ലാവരും ഭാഷ തൊണ്ടയിൽ പറയണം. Remind yourself you must worship God. ഹൃദയത്തിൽ അറിയാം ഞാൻ ഈ ആഴ്ച ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന്. You know how you must be in front of God. അവൻ ശബ്ദം കേട്ടവൻ അറിയാം എല്ലാ ആഴ്ചയും പറയണ്ട മോനെ 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 നീ ഒരുങ്ങ പൂർണ്ണതയുള്ള ആരാധന വേണമെന്ന്. Amen. You already been told once. You don't have to be repeated again. ആരാധനയുടെ സ്റ്റൈല് കാണുന്നവന് നല്ലവണ്ണം അറിയാവുന്നവന് നല്ലവണ്ണം അറിയാം ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. You know how you must worship. ദൈവത്തിന് വലിയ ഒരു റെസ്റ്റോറന്റിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ So when you're going to a restaurant and you're going to eat, അതിന്റെ ഫോർക്ക് സ്പൂണും പിടിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം ഇവൻ ഫുഡ് കഴിച്ച് പരിചയമുള്ളവരാ. you know how a person is eating his food like a stable man. ഈ സാധനം ഉപയോഗിച്ച് പരിചയമുള്ളവനാണെന്ന് അവനെ നോക്കുന്ന ഒറ്റ തൊട്ടൽ അറിയാം. You know if he's using a table, a fork and a knife, then you know how he eats. എന്നാൽ പരിചയമില്ലാത്തവന് ഫോർക്ക് പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? So someone who doesn't have used a fork before, how is he going to മലയാളികളായി നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. UK ആദ്യത്തെ ദിവസങ്ങളിൽ ഹോട്ടലിൽ പോയി നിന്ന നിമിഷങ്ങളൊക്കെ ഓർത്താൽ മതി. I mean, just look at the times you're working in a restaurant. അവൻ ഫോർക്ക് പിടിക്കേണ്ടിടത്ത് ഫോണും അങ്ങനെ മറ്റു പലതും പിടിച്ച അനുഭവങ്ങളില്ലേ? You must have hold a knife instead of a fork, right? അപ്പൊ അവൻ നമ്മളെ കണ്ടപ്പോൾ ജനം എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്? So people must have looked at your motive. എന്ന് പറഞ്ഞ ആരാധനക്കാൽ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. So when you're worshiping, people know. ഇവൻ ആരാധിച്ച് പരിചയമുള്ളവരാ. People know if you worship before. ഇവൻ ആരാധിച്ച് പരിചയമുള്ളവരാ. If you worship before, യേശുവിന്റെ നാമത്തിൽ Amen. ഇന്ന് വരെ നിങ്ങളെ വീക്ഷിക്കാൻ മനുഷ്യരില്ലെങ്കിലും Amen. Even if people are not looking at you, നിങ്ങളെ വീക്ഷിക്കുന്ന സ്വർഗമുണ്ട്. God, heaven is looking at you. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ സ്വർഗം പറയണം Heaven is looking out to look at you. ഇവൻ ആരാധിച്ച് പരിചയമുള്ളവരാ. That he has worshipped ഇവൻ before. ദൈവത്തെ സ്നേഹിച്ച് പരിചയമുള്ളവരാ. He knows how to serve me. ഇവൻ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഇവൻ ഒത്തിരി ഹല്ലേലൂയ പ്രൈസിനോട് അറിവുള്ളവരാ. He has many knowledge because of his experiences. ഞാനിവിടെ പ്രൈസ് ഈ നെതറുകളുടെ സൈഡിലൂടെ പോകുമ്പോൾ When I was walking through somewhere, കുഞ്ഞുങ്ങൾ പോകുമ്പോൾ when kids are going, സ്കൂളിലേക്ക് പോകുമ്പോൾ when they're going to school, എന്നോട് ആരും പറയണ്ട ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവാന്ന്. no one needs to tell me that these kids are going to school. കാരണം എന്താ? Why is that? അവർക്ക് സ്കൂളിന്റെ യൂണിഫോം ഉണ്ട്. Because they have a uniform that they wear. അതിന്റെ നടുവിൽ And in that, കിരീടം മുറിഞ്ഞതുമായി നടക്കുന്ന ഭ്രാന്തന്മാരെ പോലെ പോകുന്നവരുണ്ട്. I've also seen people that walk with torn clothes. അവരെ കാണുമ്പോൾ അവർ സ്കൂളിൽ പോകുന്നവരെല്ലാം നമുക്കറിയാം. When I look at them, I know these people are. ഒരു പോലീസുകാരൻ അവന്റെ കാറിലല്ലെങ്കിലും അവൻ നടന്നു പോയാൽ അവന്റെ യൂണിഫോം കാണുമ്പോൾ ഇവൻ ഇവിടെ പോവുക. So when we look at a policeman, we know him. He's a policeman. ദൈവസന്നിധിയിലേക്ക് കടന്നുവിടെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. When God looks at us, He knows how we are dressed. ആരോട് പറയണ ഞാൻ ആരാധിക്കാൻ പോവുകയാണ്. To tell anyone that you come to worship. ആ യാത്ര കാണുമ്പോൾ പിശാച് ഞെട്ടും. The way you're walking, മനസ്സിലാകുന്ന ഒരു ആമേൻ പറഞ്ഞാൽ ഈ ദൈവസന്നിധിയുടെ പോക്ക് കാണുമ്പോൾ if you come to worship God, ശബാരാജി പറഞ്ഞത് that's what you should. ആലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് കണ്ടപ്പോൾ I mean, she was surprised by how so. പിശാച് ഞെട്ടുമെന്ന്. That Satan himself. നമ്മുടെ ഇരിപ്പ് കാണുമ്പോൾ പിശാച് ഞെട്ടണം. How you're singing, sharing, shouting. ആരാധന കണ്ടിട്ടല്ല. I mean, it's no way of worship. നീ ആരാധിക്കുന്നതിന് മുന്നേ But before you worship, നിന്റെ യാത്ര കാണുമ്പോഴേ പിശാച് ഞെട്ടണം. Satan will be shocked by how you walk നിനക്ക് to service. പരിചയമുണ്ടെന്ന്. He knows you have experience. പിശാചിനെ മനസ്സിലാക്കണം. ദൈവത്തിന് അറിയാം. No, Satan should know that. ആമേൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല നീ ഇന്നതൊക്കെ ചെയ്യാൻ. God didn't tell Abraham what to do after getting sacrificed. 3 വയസ്സുള്ള മൃഗത്തെ കൊണ്ടുവരണമെന്നേ പറഞ്ഞുള്ളൂ. All God told him was to bring the new one. ആമേൻ. മൃഗം വന്നപ്പോൾ But when the animal came, യാഗവസ്തു വന്നപ്പോൾ the sacrificial lamb came, അബ്രഹാമിന് മനസ്സിലായി ഇന്നതൊക്കെയാ ചെയ്യേണ്ടത്. Abraham knew what to do with these യേശുവിന്റെ animals. നാമത്തിൽ In the name of Jesus. വചനത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, Amen. You should know how you ആരാധനയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, know how you should respond to പ്രാർത്ഥനയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് how to worship. ഓരോ ആഴ്ചയും ഭാഗ്യ ഭാഷ പ്രസംഗിക്കേണ്ട കാര്യമില്ല. I don't need to advise you every അത് day. അവർക്ക് ആരാധകരെ നല്ലത് ഗുണമറിയോ.
is saved. പരിചയമുള്ളവനാ. He has experience. ഇവനെ ആദ്യമായി ആരാധിക്കുന്നവനല്ല. It's not his first time. ഇവ ആദ്യമായി യാഗം കഴിക്കുന്നവനല്ല. It's not his first time making a sacrifice. വിഷയം മറന്നുപോലെ ദൈവത്തിന്റെ Don't forget the main topic. ഇവരൊരു അടയാളത്തിലൂടെ കാത്തിരിക്കുക. Abraham is looking for a sign. അടയാളത്തിലൂടെ കാത്തിരിക്കുക. When he's waiting. ഇതൊരു അടയാളത്തിലൂടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Everyone who's waiting for a sign. നിന്നെ കാണുമ്പോൾ സ്വർഗ്ഗം ഒന്ന് പറയട്ടെ, Here heaven is going to say, നീ അതിന് അർഹനാണെന്ന്. that you deserve it. നിനക്കൊരു അടയാളം തരുവാൻ നീ അർഹനാണെന്ന്. I'm glad to show you a ഇത് sign. പ്രാപിക്കുവാൻ അർഹനാണെന്ന്. That you're worthy of that sign. Praise the Lord. Hallelujah. അബ്രഹാം ഈ യാഗത്തിൽ കൂടി, Amen. Abraham with the sacrifice. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എങ്ങനെയാണ് അടയാളം വെളിപ്പെടുക? How is the sign going to be revealed? Praise the Lord. Hallelujah. ആമേൻ, praise the Lord. ഇവൻ ചോദിച്ച ഒരു അടയാളമല്ലേ? Abraham wants the sign, right? ദൈവം അടയാളത്തിന്റെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല. If God is not telling anything about the signs. ദൈവം പറയുന്നത് നീ ഒരു യാഗോസിനെ കൊണ്ടുവരില്ലേ? God has to command him to be a sacrifice. നിന്റെ ചോദ്യം പലതുമായിരിക്കാം. You must have many questions. ദൈവാത്മാവ് ഒറ്റ മറുപടി നിന്നോട് പറയാനുള്ളൂ. Nobody else wants നീ this. ആരാധിക്കേണ്ട രീതിയിൽ You ആരാധിക്കും. must worship as how you should. നീ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ You പ്രാർത്ഥിക്കും. will pray as you should. നീ മാനസാന്തരപ്പെടേണ്ട രീതിയിൽ മാനസാന്തരപ്പെടുക. Repent as you should. മടങ്ങി വരേണ്ട രീതിയിൽ മടങ്ങി You വരും. will return as you should. നിന്റെ വിഷയത്തിന് സ്വർഗത്തിലെ പറയാനുള്ള മറുപടി അത് മാത്രമാണ്. God has only one thing to say to you. അത് ഞാനിത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമെന്ന് നീ ചിന്തിക്കണം. Don't think about how നീ you're ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുണ്ട്. when you do it, prayer will be answered. അതിനുള്ളിൽ നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. Before that, there's a sign. ഇതുപോലെയാണ് ഈ വാക്കും മനസ്സിലാക്കുന്നവരുടെ ആമേൻ പറഞ്ഞാൽ If you understand, say amen. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ Hallelujah. praise the Lord. മൃഗത്തെ കൊണ്ടുവന്നോ I mean, to bring an animal. എങ്ങനെ എനിക്കൊരു അടയാളം ലഭിക്കോ? How will I receive the sign? മൃഗത്തെ കൊണ്ടുവന്നോ? Because sacrificial ഞാൻ animal. ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്താ? Will you respond to me? അതിലെന്താ ഈ 3 വയസ്സുള്ളതിന്റെ നടുവിലെ അടയാളം വെളിപ്പെടുത്തുള്ളൂ. I mean, only with 3-year-olds will the sign be shown. മാനുഷികമായി 100 ചോദ്യങ്ങളുണ്ട്. You must have many questions with your mind. എന്നാൽ ഇതൊന്നും അബ്രഹാമിന്റെ വിഷയമല്ല. But Abraham does not care. അബ്രഹാമിന്റെ വിഷയം അനുസരിക്കുക. Abraham will care about ഇതുവരെ obeying. ഇതിന്റെ എല്ലാ ചോദ്യ ചിഹ്നങ്ങളൊന്നും മാറ്റിവെച്ച All the questions that you have. അനുസരിക്കുന്ന ഒറ്റ ചിന്തയോട് Forget that. Go back now. അനുസരിക്കുവാൻ വേറെ ദൈവത്തിന് സമർപ്പിക്കുന്ന ദൈവത്തിന് വേണ്ടി And submit to God. അവ ഇന്ന് പകലിൽ തീച്ചൂളയുടെ നടുവിൽ വെളിപ്പെടുന്ന അടയാളം And this day will show. ദൈവാത്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. And the fire will be shown as a പരിശുദ്ധാത്മ ഉറപ്പിച്ച് പറയുക. that set as a promise. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഭാഗം അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. എനിക്കറിയാം പല പണ്ടലകളിൽ കൂടി പോകുവാൻ ദൈവാത്മ എനിക്ക് God is trying to push me through many ways. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. I don't have to conclude because of അമ്മ time. പഴയ നിയമകാലത്ത് In the older days, ആമീൻ ഹല്ലേലൂയ, അന്നത്തെ കാലഘട്ടങ്ങളിൽ in those times, ആമീൻ ചില ഉടമ്പടികൾ രണ്ട് കൂട്ടർ തമ്മിൽ ചെയ്യുമ്പോൾ there is a covenant made between two parties. ഒരു മൃഗത്തെ രണ്ടായിട്ട് മുറിക്കും. An animal is split into two. രണ്ട് സൈഡിലും ആമീൻ മൃഗം രണ്ട് ഭാഗമായി കിടക്കുമ്പോൾ And the animal is split into two different അതിന്റെ pieces. നടുവിൽ കൂടി In the middle, ആമീൻ ഈ ഉടമ്പടി ആമീൻ എടുക്കുവാൻ തീരുമാനം എടുക്കുവാൻ ഈ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾ അതിന്റെ നടുവിൽ കൂടി നടക്കും. the person who's going to make that covenant is going to walk through the middle. നടുവിൽ കൂടി നടന്നിട്ട് Once he walks, ആമീൻ അവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. they say something without ഞാൻ actually ഈ saying it. ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയാൽ If I ever go back from this covenant, ഈ മൃഗം രണ്ടായി മുറിഞ്ഞു മാറിയതുപോലെ how this animal was split into two, എടുത്ത തീരുമാനങ്ങൾ രണ്ടായി മാറിപ്പോകും. and my life will also be split into two. ഇത് തീരുമാനങ്ങളെ മാറ്റിക്കളയുന്ന അനുഭവമല്ല, I mean, not change the decisions, തീരുമാനങ്ങളെ ഉറപ്പിക്കുന്ന അനുഭവം. strengthen your decisions. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ Anyone listening to me, ദൈവത്തിന്റെ ആത്മീയത്തിന്റെ നടുവിൽ കൂടി നടന്നോ? God's Spirit is walking into അബ്രഹാം ദൈവത്തോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തിന്റെ ആലോചന what God made a promise of it. ഈ മുറിക്കപ്പെട്ട മൃഗത്തിന്റെ നടുവിൽ കൂടി ഹല്ലേലൂയ ഉലകത്തിൽ ആർക്കും ചെയ്യുവാൻ പറ്റാതെ വേണം. Though Abraham split the animal, God is the one who's going to walk. ദൈവാത്മാവിന്റെ നടുവിൽ കൂടി നടന്ന് And God is going to walk. അവൻ ആ ഉടമ്പടിയെ ദൈവത്തിന്റെ ആത്മ ഉറപ്പിക്കുന്നു. And God promised it. ജനമേ 34 അധ്യായം Jeremiah 34, അതിന്റെ 18, 19 18. Could someone read it? 32, 18, 19. നീ 1000 തലമുറയോളം ആ. ദയ കാണിക്കുകയും ആ. പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പാരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും യഹോവ എന്നല്ലോ എന്റെ നാമം. ആ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവരവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ 34 ആദ്യം പറഞ്ഞത് 18 വാക്യം 37 18 കാളക്കുട്ടി 34 verse 18. കാളക്കുട്ടിയെ രണ്ടായി രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ആ. ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ
എന്റെ നിയമം അപ്പൊ കാളക്കുട്ടി രണ്ടായി പിളർന്നിട്ട് So we can see how a young bull is split to, അതിന്റെ നടുവേ നടന്നിട്ട് and walk in the middle. അതുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിന്റെ ആ. നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടി. അപ്പൊ ഇത് പഴയ നിയമകാലത്തിന്റെ ഒരു പ്രമാണം ദൈവം എഴുതി യെരമ്യായിൽ കൂടി പറയുക. So God is saying something that's happening. What will happen? The responses of that covenant. 10ാം വാക്യത്തിലേക്ക് വരുമ്പോൾ So when we come to verse 10, 15-19 വായിക്കുന്നു. അബ്രഹാം എന്ത് ചെയ്യുന്നു? ഇതേ നടുവേ 15:10. അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് നേരെ വെച്ചു. അതിന്റെ 11ാം വാക്യം. Verse 11. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ വന്നു. അപ്പൊ എന്ത് ചെയ്തു? So what did Abraham do? ഇവനൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. Abraham is waiting for God's sign. ഇവനൊരു ദൈവിക വിടുതലിന് വേണ്ടി കാത്തിരിക്കുക. He's looking for God's touch. എന്നാൽ നൊടിയുടെ നേരം കൊണ്ട് Then the matter of seconds, ഇവന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതെ ഇരിക്കത്തക്കവണ്ണം there are some changes. പറന്നിറങ്ങി വന്ന റാഞ്ചൻ പക്ഷിയുടെ അനുഭവങ്ങൾ You can see how watchers are coming down to stop his blessing. ഇവന്റെ ജീവിതത്തിൽ പൂർണ്ണത വെളിപ്പെടാതെ വണ്ണം Just so that it doesn't show ഇവന്റെ him ആരാധന മുടക്കാനായി കടന്നു വരുന്ന റാഞ്ചൻ പക്ഷികൾ trying to ruin his worship. ഇവരിൽ വെളിപ്പെടേണ്ട ദൈവമഹത്വം വെളിപ്പെടാതിരിക്കത്തക്കവണ്ണം God is trying to speak to Abraham, but the watchers are speaking. കടന്നു വരുന്ന റാഞ്ചൻ പക്ഷിയുടെ അനുഭവങ്ങൾ Amen. Watchers are sweeping down your life. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ദൈവികാലോചന വെളിപ്പെടാൻ പോകുക. Amen. Many promises that God said are going to reveal himself. ഇതുപോലെ ആരാധനക്കാർ ഒത്തിരി ശ്രദ്ധിക്കണം. Amen. You must really be careful. ദൈവത്തെ ആരാധിക്കുവാൻ കൊതിയുള്ളവർ ഒത്തിരി ശ്രദ്ധിക്കണം. If you are willing to pray to God, listen. വിശേഷാൽ നിന്റെ സഭായോഗത്തിൽ നീ കടന്നു വരുന്നതിന് മുൻപേ Before you come to church, നിന്റെ ഹൃദയത്തിൽ കൊതിയുണ്ടെങ്കിൽ if you really want to, നിന്റെ ആരാധന മുടക്കാനായി ഒരു റാഞ്ച പക്ഷി നിന്റെ കുടുംബത്തിൽ കടന്നു വിടരുത്. watchers are going to come to church. ഇതുവരെ കേൾക്കുന്ന കാത് തോന്നുന്ന കേൾക്കരുത്. It's not to stop you from going to church. അനേക നൂറ്റാണ്ടുകൾക്ക് വേണ്ടിയുള്ള ദൈവിക ആലോചന നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ദിവസമായിരിക്കുമെന്ന്. Many promises are going to happen. അത് ഏത് മണ്ഡലങ്ങളിൽ കൂടി ഈ റാഞ്ച പക്ഷി കടന്നു വന്നാലും But watchers are trying to stop that. അവൻ നീ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. You must be careful. അവൻ പിളർന്നത് കൊണ്ട് കാര്യമില്ല. Just because you did sacrifice. 3 വയസ്സുള്ളതിനെ കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. Just because you sacrificed the sacrifice. അവൻ ശ്രദ്ധയോടെ കാത്തിരിക്കണം. You must be careful. ഇന്ന് ആത്മാവിനത് പറഞ്ഞാട്ട് The Holy Spirit is saying, എന്റെ ആരാധന മുടക്കുന്ന റാഞ്ച പക്ഷികൾ watchers are trying to ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇതിനെ കഴിഞ്ഞു മാറട്ടെ. destroy. എന്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ ആരാധന മുടക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. Whatever is trying to stop your worship. ആത്മാവിന് എന്നോട് പറയണം, ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുക തന്നെ ചെയ്യും. Whatever God is trying to tell you, I will അതിനെ വേണ്ടിയ ശ്രദ്ധയോടെ കാത്തിരിക്കുക. listen eagerly. അബ്രഹാം ശ്രദ്ധയോടെ കാത്തിരുന്നത് പോലെ Abraham listened. അവൻ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു. Abraham waited patiently. റാഞ്ച പക്ഷിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് What the watchers wanted, ഇതെങ്ങനെയെങ്കിലും ഭക്ഷിക്കുക. they want to eat the ഇതിന്റെ sacrifice. നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടരുത്. The watchers want to stop God from നിന്റെ happening. കുടുംബത്തിൽ മഹത്വം വെളിപ്പെടരുത്. Same way, everyone നിന്റെ wants to stop ഭാവിയിൽ മഹത്വം വെളിപ്പെടരുത്. happening in your നീ life. പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മഹത്വം വെളിപ്പെടരുത്. You want to stop your prayer. അത് ഇന്ന് പകലിൽ വളരെ ശ്രദ്ധയോടെ ആത്മീയത കഴിക്കുവാൻ Be very careful when you submit a sacrifice. ആരാധന നടുവിൽ ഇറങ്ങി വരുന്ന ആമേൻ സ്തോത്രം അനുഭവങ്ങൾ When you are praying, evil is trying to ruin you. നല്ല ആരാധന വെളിപ്പെടുമ്പോൾ When good worship is coming out, പെട്ടെന്ന് കടന്നു വരുന്ന ക്ഷീണാവസ്ഥ, bad news might come quickly. പെട്ടെന്ന് കടന്നു വരുന്ന മാനുഷിക ചിന്തകൾ, You might go to depression. ആമേൻ ആരാധനയുടെ നടുവിൽ റാഞ്ചാൻ പക്ഷിയുടെ രൂപത്തിൽ കടന്നു വരുന്ന പൈശാചിക പോരുകൾ, This evil process is happening when they are trying to ആമേൻ ആരാധന പക്ഷിയുടെ ലക്ഷ്യം നീ മനസ്സിലാക്കണം. The watcher will come on one യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, piece in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. You won't stop your worship. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ചിലരുടെ ജീവിതത്തിൽ ആമേൻ മൊബൈലിന്റെ രൂപത്തിൽ കടന്നു വരുന്നത്. Sometimes it's in the form of നല്ല ആരാധന വെളിപ്പെടുമ്പോഴായിരിക്കും ഒരു പ്രൈസ് സ്നാപ്ചാറ്റിന്റെ ആമേൻ ഒരു മേളിലൊരു സിഗ്നൽ വരുന്നത്. You're praying earnestly, but then you get a notification on Snapchat. നല്ല ആരാധന വെളിപ്പെടുമ്പോഴായിരിക്കും ഒരു വാട്സപ്പിന്റെ മെസ്സേജ് വരുന്നത്. That's when you get a message from a WhatsApp. ദൈവത്തിന്റെ പേരിൽ ഈ 3 മണിക്കൂർ നീ മറുപടി കൊടുത്തില്ലേലും ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. Nothing's going to happen if you don't respond. നീ മറുപടി കൊടുത്താലും പോയ ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റില്ല. But if you don't respond, you're going to lose that connection with നീ God. ആരാധനയ്ക്ക് വരുന്നതിന് മുൻപേ You're going to ruin that ഈ worship. റാഞ്ചൻ പക്ഷി യേശുവിന്റെ നാമത്തിൽ പുറത്താക്കണം. Before you come to worship, you must destroy it. മാറ്റിവെക്കേണ്ടതെല്ലാം മാറ്റിവെക്കണം. Remove everything that's going to പ്രാർത്ഥന ചെയ്യുന്നതിനെല്ലാം മാറ്റിവെച്ച് anything that's distracting your life. യേശുവിന്റെ നാമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുവാൻ You come into worship, that you must 100% focus on worship. Praise the Lord. Hallelujah. നമുക്ക്
കഴിയണം. You must be able to. നമ്മൾ വരുമ്പോ ഈ റാഞ്ചം പക്ഷി നമ്മുടെ സൈഡിൽ ഇരുത്തിക്കൊണ്ടാ വരുന്നത്. But when we come, we bring the vultures with us. വരുത്തേണ്ട കാര്യമൊന്നുമില്ല. So vultures doesn't need to. മനസാക്ഷി വരുമ്പോ നോക്കി പറഞ്ഞാട്ട് Just look into yourself. ഈ 3 മണിക്കൂറിൽ എത്ര സമയം വാട്സ്ആപ്പ് നോക്കിയവരുണ്ട്? In the past 3, how many people have looked at WhatsApp? എത്ര സമയം പല മെസ്സേജിലേക്ക് പോയവരുണ്ട്? How many times were you distracted? ചിലർ ഇവിടെ ഇരുന്ന് ഡ്യൂട്ടി ബുക്ക് ചെയ്യുന്നവരുണ്ട്. I know people are booking duties while sitting. ഓവർടൈം ബുക്ക് ചെയ്യുന്നവരുണ്ട്. Overtime while sitting. ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. ചിലർ ഇതിന്റെ ഇടയ്ക്ക് മൊബൈൽ എടുത്തോണ്ട് പോകുന്ന കാണാം. I can see some people take their phone. ദൈവത്തിന്റെ പ്രൈസ് ഉലകത്തിന്റെ പോലീസായ ട്രംപ് ഒരിക്കലും മൊബൈൽ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. I never seen Trump, the president of the United States, go away while ഈ റാഞ്ചൻ പക്ഷികൾ ആരെങ്കിലും വിളിക്കുന്നോ നോക്കിയിരിക്കുക. the vultures are looking at you trying to distract you. അബ്രഹാം എന്താ ചെയ്തത്? So what did Abraham do? അവൻ അവിടെ എന്താ വായിക്കുന്നത്? What do we read? അവൻ അതിനെ ആട്ടിക്കളഞ്ഞു. Abraham scared them away. We must drive them away. So we should drive the vultures away. ആട്ടിക്കളയേണ്ടത്. So shoo them away. സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയതല്ല. Do not bring the vultures with you. എന്തിനാ ആട്ടിക്കളയുന്നത്? So how will we scare them? താല്പര്യമില്ലാത്തതിനെ If we want to get rid of them. ഇതിന്റെ ആരാധനയെ തകർക്കുന്നത്. Because it's going to destroy your worship. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ When you're sitting in God's presence. ഡിസ്ട്രാക്ഷൻസ് All കൂടാതെ that distractions. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. Sit in God's presence. Praise the Lord. Hallelujah. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ When we're going to an interview. എത്ര ശക്തന്മാരുടെ ഫോൺ വന്നാലും No matter who is calling us. അതെടുത്തിട്ട് 1 minute നമ്മൾ ഫോൺ എടുക്കും. Do we leave the interview looking for the call? എടുക്കാത്തതിന് കാരണം എന്നാ? Why do we not do that? നിനക്കറിയാം ആ ഇന്റർവ്യൂവിൽ നീ പാസ്സാകത്തില്ല. Because then you'll fail the interview. ഒരു അധികാരികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ When we are speaking to someone with authority, എത്ര ശക്തമായി എത്ര വിലയുള്ള ഫോണാണെങ്കിലും no matter how expensive a phone നീ is, അതിന് ആൻസർ കൊടുക്കുമോ? do we answer the call? കൊടുക്കാതിരിക്കത്തക്കവണ്ണം നീ അതിനെ സൈലന്റ് ആക്കി ഹൈഡ് ചെയ്യാവുന്ന മണ്ഡലങ്ങളെല്ലാം ഹൈഡ് ചെയ്തിടും. Yeah, when we do that, we make sure that our phone doesn't ring. അതിന്റെ 10,000-ൽ വില നിന്റെ ദൈവത്തെ So ആരാധിക്കുന്നു. at least give a small percentage of respect to God. എന്റെ വാക്കുകളെ I'm going to conclude because ബാക്കി ഞാൻ വൈകിട്ടത്തെ സെഷൻ പറഞ്ഞോളാം. next I will come to say ദൈവത്തിന്റെ സന്നിധി ഒരു അടയാളം കാത്തിരിക്കുക. Abraham is waiting for a sign from God. ദൈവത്തിന് വളരെ ശക്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. God really wants to show many great things. തന്റെ വിഷയത്തെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചുള്ള തലമുറയെ കുറിച്ചുള്ള ഒരു ഫുൾ ഡിസ്കവറിയുമായി ദൈവം ഇറങ്ങി വരിക. God wants to show him what's going to happen in his life. ദൈവാത്മന് വളരെ ശക്തമായി നമ്മുടെ ഇടപെടുവാനുണ്ട്. വളരെ ശക്തമായി ദൈവത്തിന് നമ്മുടെ സംസാരിക്കുവാനുണ്ട്. ജോർദാന്റെ കരയിൽ നിൽക്കുന്ന അനുഭവമല്ല, അതിനപ്പുറമായി ദൈവിക കടത്തുവാൻ ദൈവാത്മാവിന്റെ പദ്ധതിയുള്ളപ്പോൾ തടസ്സമായി നിൽക്കുന്ന ചിലത് നമ്മൾ ചെയ്തെടുക്കണം. യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് ജനം മക്കളെ കടക്കുവാൻ ബോധിച്ചു. ദൈവാത്മാവ് നിങ്ങളെ അത്ഭുതിക്ക് കനാൻകാരെ സമാക്കാനല്ല. Do not just try to cross Jordan. ഇതിന്റെ നടുവിൽ 12 കല്ലുകൾ എടുക്കണം. You need to take 12 stones. ഇതിന്റെ നടുവിൽ ചില അടയാളങ്ങൾ വെളിപ്പെടുത്തണം. I want to make sure you make a sign. ചാടിക്കറി ഓടിപ്പോകുന്ന അനുഭവങ്ങളല്ല. Do not just go to your ദൈവാത്മാവിന് നിങ്ങളെ കുറിച്ച് ചില പദ്ധതികൾ ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുമ്പോൾ കാലം ഏൽപ്പിച്ചു കൊടുക്കണം. എന്ത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. തീച്ചൂളുടെ നടുവിൽ കൂടി എന്നോട് ഇടപെടുവാൻ കഴിവുള്ള ഒരു ദൈവം. തീച്ചൂളുടെ നടുവിൽ കൂടി ഒരു ഓടമ്പടി ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ഒരു വലിയ ഡിസ്കവറി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. എല്ലാ കടകളും അടച്ചു വചനത്തിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിന്റെ ഹിതത്തിനൊത്തോണം മുന്നേറുവാൻ എന്ന് പറയുക. ഞങ്ങളുടെ ശബ്ദത്തിന് മുന്നേ കീഴ്പ്പെടുന്നത് പറയുക. സഹായിക്കട്ടെ. വചനത്തിന് സമർപ്പിക്കാൻ